ഹലോ, ഓടി വായോ, അടുക്കളയിൽ പോകാം. ദേ രാവിലത്തെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഓടി വന്നേ, ഒന്ന് വീഡിയോ കണ്ടേ. ഇപ്പോഴേ രാവിലെ ഒന്ന് കിഴങ്ങ് കറി വയ്ക്കണം കേട്ടോ. അതിനേക്ക് വേണ്ടി കിഴങ്ങൊക്കെ അരിഞ്ഞ് പറക്കി എല്ലാം റെഡിയാക്കി വച്ചു. എന്നിട്ട് നമുക്ക് കലാപരിപാടികളൊക്കെ തുടങ്ങാം കേട്ടോ. ഞാൻ അരിയൊക്കെ വടിച്ചു. പിന്നെ ഇന്നലത്തെ കുറച്ച് വാളമീനും ഉണ്ടായിരുന്നു, അതിനെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി നമ്മൾ വിറകടുപ്പിലോട്ട് വച്ചു. അപ്പോൾ ഇന്ന് എനിക്കൊരു കഷ്ണം ചക്ക കിട്ടി, അതൊരാൾ തന്നതാണ്. അപ്പം നമുക്കിന്ന് അതിനെ ഒന്ന് പരീക്ഷിക്കാം. നല്ല ചക്കയാണ് കേട്ടോ, അതിന് മുമ്പും തന്നിട്ടുണ്ട്. അപ്പം പിന്നെ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒന്ന് മുറിച്ച് ഒന്ന് ചവച്ച് നോക്കാം, ഇനിച്ചോന്നൊരു ചെറിയ സംശയം കേട്ടോ. അങ്ങനെ ഞാനതേ ഒരു കഷ്ണം ഒരു ചുള എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് ചവച്ച് നോക്കി, കുഴപ്പമില്ല, നല്ല ചക്ക. അങ്ങനെ ദേ ചക്ക എല്ലാം അവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്കെന്ത് ചെയ്യണം, മീനിനെ അറക്കാം കേട്ടോ. മീനിനെ അറുത്തൊക്കെ റെഡിയാക്കി വെച്ചു കഴിഞ്ഞാൽ മീനിനെ അരയ്ക്കുകയാണ്. ഇന്ന് ഞാൻ മീനിനെ ഇങ്ങനെ അരയ്ക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇന്നലെ രാത്രിയത്തെ പെരുമഴയിൽ രാത്രി 9:30 ആയപ്പം കറണ്ട് പോയി. ആ കറണ്ട് ഈ സമയം വരെയും വന്നിട്ടില്ല. ഇന്നലെ പിന്നെ വന്നത് 10:30 മണിക്കാണ്, രാവിലെ 10:30 മണിക്കാണ് വന്നത്. ഞാൻ ഈ കറണ്ടൊക്കെ പോകുന്ന സമയത്ത് പിന്നെ കറണ്ടേ നീ വാ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പരിപാടി പണ്ടുമില്ല, ഇപ്പോഴുമില്ല, ഇനിയൊട്ട് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഞാനത് അമ്മിയിൽ അരച്ച് മീനിനരച്ചെടുക്കുന്നതാണ്. അങ്ങനെ നമ്മളെ കറണ്ട് പറ്റിച്ചിട്ട് പോയാൽ നമ്മൾ കറണ്ടിനെയും പറ്റിക്കണമല്ലേ. നമ്മൾ അമ്മിയിലൊക്കെ അരച്ച് പറക്കി അങ്ങ് കറി വയ്ക്കുക, അതിനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നാലും കറണ്ടുള്ള സമയങ്ങളിൽ അരയ്ക്കാനൊരു മടിയാണ്. കറണ്ടില്ലെങ്കിൽ അരയ്ക്കാം, കറണ്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ മടിയാണ്, എന്തിനരയ്ക്കണേ എന്നുള്ളൊരു ഇത്. ഒരു കറക്കിയ സംഭവം കഴിഞ്ഞല്ലോ. പക്ഷേ അരകല്ലിൽ അരച്ചെടുക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഇല്ലേ, അത് പറയാതിരിക്കാൻ തന്നെ വയ്യ. അങ്ങനെ ഞാനത് ഈ ചൂര മീനെ അരച്ച് പറക്കിയെടുക്കുന്നതാണ് കേട്ടോ. വീഡിയോ അല്പം ലോങ് ആയിപ്പോയി, നിങ്ങൾ ക്ഷമിക്കുക, കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക, സപ്പോർട്ട് ചെയ്ത് കാണുക. വീഡിയോ കാണണ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. എല്ലാവർക്കും പ്രത്യേക സ്നേഹാന്വേഷണം. അങ്ങനെ ദേ മീനിനൊക്കെ അരച്ച് പറക്കിയൊക്കെ എടുത്തു കഴിഞ്ഞു. നമുക്കിന്ന് എല്ലാവരെയും ഒന്ന് വിറകടുപ്പിൽ വയ്ക്കാൻ കേട്ടോ. ഇന്ന് എനിക്ക് ഒരിടം പോകേണ്ട ആവശ്യമൊന്നുമില്ല, റബ്ബർ പാലെടുപ്പൊന്നുമില്ല. മഴ കാരണം വീട്ടിൽ ചുമ്മാ ഇരുന്നാൽ മതി. അതുകൊണ്ട് ദേ വിറകടുപ്പ് ഞാൻ അരിയൊക്കെ വടിച്ച് മീനൊക്കെ ഇന്നലത്തെ വാളമീനൊക്കെ വറ്റിച്ച് മാറ്റിയതിന് ശേഷം വീണ്ടും വിറകടുപ്പിനെ ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് ആ അടുപ്പിൽ നമുക്ക് മീൻ കറി വയ്ക്കാൻ കേട്ടോ. അടുപ്പും മമ്മിക്കല്ലും ഇതൊക്കെ തന്നെയാണ് ഏറ്റവും രുചികരമായ പരിപാടി. അങ്ങനെ നമുക്കതൊക്കെ ചെയ്യാം. എന്നിട്ട് ഇനി നമ്മൾ ഈ ചക്കക്കുട്ടനെയൊക്കെ വെട്ടിപ്പറക്കി റെഡിയാക്കണ്ടേ. നമുക്ക് ചക്ക അവയിൽ വയ്ക്കണം, രസം വയ്ക്കണം, എന്നതൊക്കെയാണ് കേട്ടോ. കുഞ്ഞു അടുക്കള വിശേഷങ്ങളാണ്. നിങ്ങളെല്ലാവരും കാണുകയല്ല, നിങ്ങളെല്ലാവരും വീഡിയോ കാണണേ. അങ്ങനെ ഞാൻ മീൻ കറിക്ക് വേണ്ടി അടുപ്പിൽ വച്ചു കഴിഞ്ഞു. അങ്ങനെ ഇനി നമുക്ക് അവിടെ ഒന്ന് അങ്ങോട്ട് തുടച്ചതിന് ശേഷം ചക്ക വെട്ടിപ്പറക്കിയെടുക്കാൻ കേട്ടോ. അപ്പം ചക്ക ഞാൻ വെട്ടിപ്പറക്കുമ്പോഴേക്കും ഒരാളിപ്പം പാഞ്ഞ് വരണുണ്ട്. ഒരാളവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അടുക്കളയിൽ വരാൻ വേണ്ടി. എത്താൻ സമയമായി കഴിഞ്ഞു കേട്ടോ. ഇപ്പം ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എന്നെ ഒരു ജോലിക്കും സമ്മതിക്കില്ല കേട്ടോ. ഒക്കെ തന്നെ വീട്ടുവിശേഷം നിങ്ങളെല്ലാവരും കാണുക. ഞാൻ ചക്ക അവിയലിന് വേണ്ടി അരിയണതാണ്. ഇനി നമുക്ക് ചക്ക കിട്ടാനൊന്നുമില്ല. ഈ വർഷത്തെ ചക്ക ഇന്നത്തോടെയല്ല, ഇത് ഇന്നത്തേക്കും നാളത്തേക്കും ഉണ്ട് കേട്ടോ. നാളെ ഈ ചക്കയുടെ ബാക്കിയുണ്ട്, നമുക്ക് ബാക്കി നാളെ അവിച്ച് കഴിക്കാം. ഇനി അടുത്ത വർഷം വരെ നമ്മളിങ്ങനെ ഇരിക്കണ്ടേ, മഴകാത്ത വേഴാമ്പലിനെ പോലെ ചക്കയെന്ന് പറഞ്ഞിരിക്കണ്ടേലേ. ചക്കയെ മരിച്ചിനി കപ്പയുണ്ടോ ചക്കയുണ്ടോ? കപ്പ എപ്പോഴും കിട്ടും, ചക്ക മാത്രം നമുക്ക് എപ്പോഴും കിട്ടില്ല. അങ്ങനെ അയ്യോ
ഇതാ വന്നു കഴിഞ്ഞു കേട്ടോ. വന്നു കഴിഞ്ഞാൽ ഉടൻ വീഡിയോയിൽ നോക്കുക, ടാറ്റ പറയുക. അവനറിയാം ഈ വീഡിയോ ഇങ്ങനെ പോകുമെന്ന്. എൻ്റെ മൊബൈൽ കണ്ട ഞാനടുത്ത് ചക്ക അവിയൽ നരയ്ക്കുന്നതാണേ. എൻ്റെ മൊബൈൽ കണ്ട ഉടനെ പറയും മൊബൈലിനകത്ത് അമ്മൂമ്മയാണ്. വീഡിയോ ഒക്കെ മാറ്റാനൊക്കെ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ട് അമ്മൂമ്മ. എന്നിട്ട് വീഡിയോ ഫോണെടുത്ത് എൻ്റെ കൈ കൊണ്ട് തന്നിട്ട് പറയും അമ്മൂമ്മ എടുത്ത് കൊടുക്കാൻ. എന്നിട്ട് അതിനെ ഒരു രക്ഷയില്ല, ഫോണിനെയൊക്കെ പൊടിച്ച് റെഡിയാക്കി വെച്ച് തരും. ഇതാ ഇനിയിപ്പം തൂപ്പ്, പാത്രം കഴുവക്കം, ഇതാ ഇവിടെ എല്ലാം വാരിയ പാത്രത്തിനകത്ത് ഇടാണ് കേട്ടോ. ഞാൻ ചക്കയും ചവണിയും എല്ലാം നുള്ളിപ്പറക്കി ഇടാണ്. ഇനി പോവില്ല. ഇനി രാവിലെ എണീറ്റ് വന്ന് അവൻ പാലൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുക്കളയിൽ നിന്ന് കയറിയാൽ മാത്രമേ അവന് തിരിച്ചു പോവുള്ളൂ. ഇവിടെ തന്നെ ആയിരിക്കും ഇന്ന് മൊത്തം പരിപാടിയും. അങ്ങനെ ഈ അടുക്കളയിൽ നിൽക്കുകയാണ്. ഞാനിത് ചക്ക അവിയലിനൊക്കെ അരച്ചെടുത്തു. അങ്ങനെ കറണ്ട് ഇനി എന്ന് വരുമോ എപ്പോഴും വരുമോ എന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ 10:30 വന്നു കേട്ടോ. 10:30 മണിയായപ്പോഴേക്കാണ് വന്നത്. എനിക്ക് 10:30 മണിയിൽ എന്നിട്ടുകൊണ്ട് കിടക്കുന്നത് ഇഷ്ടമില്ല. രാവിലെ ഉള്ളതിന് ജോലിയൊക്കെ ഒതുക്കി വെച്ചിട്ട് സ്വസ്ഥമായി എവിടെയൊക്കെ ഇരിക്കുക. കുറച്ച് സമയം കിട്ടുന്ന സമയം നമ്മൾ വീടൊക്കെ തൂത്തും പറക്കിയും വാരിയും ഒതുക്കിയൊക്കെ അങ്ങ് സമയം പോകും. അല്ലാതെ എപ്പോഴും ഇങ്ങനെ അടുക്കളയിൽ കയറി കിടക്കുന്നതിനോട് വലിയ താല്പര്യമുണ്ട്. ഉണ്ടല്ലോ അണ്ണ നിൽക്കുന്ന നേലെ എൻ്റെ കൊച്ചെണ്ണ അപ്പോഴപ്പോഴാ ടാറ്റ പറയും. മൊബൈലിൽ നോക്കി ചിരിക്കും. എന്തൊക്കെ കലപില നലയ്ക്കുന്നുണ്ട്. അതൊക്കെ കാണുന്നുണ്ട്. പിന്നെ പാത്രം കഴുകൊക്കെ തുടങ്ങിയാട്ടോ. അപ്പം ഞാൻ പാത്രം കഴുകാൻ വന്നപ്പോഴേക്കും ഒരു പാത്രം എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ട് അവനെ മൊബൈലിൽ കാണണമെന്നാണ് അവൻ നോക്കണത്. അവൻ പാത്രം കഴുകുന്നത്, പാത്രം എടുത്തതൊക്കെ മൊബൈലിൽ കാണണമെന്നൊക്കെ നോക്കുകയാണ്. പാത്രം എൻ്റെ ഒരു വലിയ ബക്കറ്റിൻ്റെ അടപ്പിനെയൊക്കെയാണ് തൂക്കി എടുത്തുകൊണ്ട് വന്നത്. അവനെ കണ്ടു. ഞാൻ ചിരിക്കുന്നുണ്ടോണ്ടാണ് എന്നെ നോക്കണു. മൊബൈലിൽ നോക്കി അമ്മൂമ്മ ചിരിക്കണമെന്ന് പറയുകയാണ്. ഉണ്ടോ അമ്മമ്മേ എന്ന് വിളിക്കുകയാണ് എന്നെ. കള്ളക്കിഷൻ. ഇനിയാണ് ട്വിസ്റ്റ്. ഇതാ കണ്ട പാത്രം തേച്ച് തള്ളണണ്ട. ഓലെ പാത്രം കഴുകാൻ ഇനി കണ്ട തൂലെടുക്കുന്നു, തൂക്കുന്നു, പാത്രം കഴുകുന്നു. ഒരു ബഹളം തന്നെയാണ്. ഇനി ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോയിൽ നോക്കും അവൻ എന്നെ കാണുന്നുണ്ടോ, അവൻ ചെയ്യണതെല്ലാം വരണുണ്ടോ, ഇതൊക്കെ നോക്കും കേട്ടോ. അയ്യോ പാവം. അവ ഉള്ളതുകൊണ്ട് സമയം പോണതൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ ദേ കണ്ട പാത്രമൊക്കെ തേച്ച് നിങ്ങൾക്ക് ടാറ്റ. കണ്ട പാത്രം തേച്ച് കഴിയും. ശരി, ഓക്കെ ആയി. എല്ലാം തേച്ച് കഴിയുമെന്നാണ് അവൻ കാണിക്കുന്നത്. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് മോർണിംഗ്.